ഹായ് ഫ്രണ്ട്സ്, യാസിങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് വിങ്ക പ്ലാന്റ്സാണ് കാണിക്കുന്നത്. ഇതൊക്കെ പല ടൈപ്പ് കളറുള്ള വിങ്കുകളാണ്. നല്ല ഡാർക്ക് മജന്തയാണിത്. ഇതൊരു പീച്ച് കളറ്, ഇതൊരു റെഡിനോട് അടുത്തൊരു കളറാണ്. ഇതൊരു വാടാമല്ലിൻ്റെ കളറ്. അങ്ങനെ നമുക്ക് ഒരുപാട് കളറിൽ നഴ്സറിയിൽ നിന്ന് പഠിക്കാൻ കിട്ടും. ഇതൊരു ഓറഞ്ച് പോലെ ഒരു കളറാണിത്. ഒരുപാട് കളറ് ഇപ്പോൾ നമുക്ക് നഴ്സറിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഹൈബ്രിഡ് വിങ്കയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ അത് പോട്ടിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ പോട്ടി മിക്സായിട്ട് കൊടുത്തിരിക്കുന്ന ചാണകപ്പൊടിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മണ്ണും കൊടുത്തിട്ടുണ്ട്. മണൽ ചേർന്ന കുറച്ച് മണൽ പോലത്തെ എടുത്തിട്ടാണ് പോട്ട് ചെയ്തത്. പിന്നെ നഴ്സറിയിൽ നിന്ന് പഠിക്കുമ്പോൾ കവർ നല്ല കട്ട പിടിച്ച മണ്ണായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റിയിട്ടുണ്ട്. ഒരു വെള്ളം നിറച്ച ബക്കറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ അരിഞ്ഞ് പൊക്കോളും മണ്ണൊക്കെ. എന്നിട്ട് ആ വേര് ഭാഗം കുറച്ച് മണ്ണിൽ വെക്കണം. എന്നിട്ട് ഈ പോട്ടി മിക്സിൽ നട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ബ്ലാക്ക് മൂൺ വിങ്കാന്ന് ഇതിന് പറയുക. ഇത് ഹാങ്ങിങ് ആയിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ താഴത്തൊക്കെ സാധാരണ പോലെ വെച്ച് കൊടുക്കുക. ഇത് ടാറ്റു എന്ന് പറയുന്ന ഒരു വിങ്കയാണ്, ഓറഞ്ച് കളറായിട്ടുള്ളത്. പപ്പായ വിങ്ക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ പേര്. ഇത് രണ്ടും നല്ല വില കൂടിയതാണ്. കുറച്ച് നല്ല ഭംഗിയാണ് ഫ്ലവറൊക്കെ കാണാനായിട്ട്. അങ്ങനെ പോട്ടി മിക്സിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അങ്ങനെ നട്ട് കൊടുത്താൽ മതി. പിന്നെ എപ്പോഴും നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലപ്പിങ്ങനെ ഉള്ളി കൊടുക്കുക. അപ്പോൾ നന്നായി ബുഷിയായിട്ട് കിട്ടും. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് ബുഷിയായിട്ട് കിട്ടിയ ഇതിലൊക്കെ ഫ്ലവർ വരും. പിന്നെ മാസത്തിൽ ഒരിക്കൽ NPK 19 ഉണ്ടല്ലോ, അതൊരു സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിലാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. താഴെ ഭാഗത്ത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യുക. ഇത് നാടനാണ്, നമ്മൾ വീട്ടിലുള്ള നാടൻ കുറച്ച് ഹൈറ്റ് വരണ വെറൈറ്റിയാണ്. പക്ഷെ നന്നായി ഫ്ലവർ കിട്ടും നാടനിലും. നല്ല വെയിൽ വേണം ഈ വിങ്കയ്ക്കൊക്കെ. വെയിൽ ഉച്ചവരെ കിട്ടുന്ന ഭാഗത്തേക്കാണ് വെച്ച് കൊടുത്തിട്ടുണ്ടത്. നല്ല ഒരുപാട് കത്ര വെയിലത്ത് വെക്കുകയും ചെയ്യേണ്ടത്, നന്നായിട്ട് വെയിൽ വേണം, എന്നാലും നന്നായി ഫ്ലവർ കിട്ടുക. ഒരു ഉച്ചവരയ്ക്ക് കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെയിൽ വൈകുന്നേരം വരെ കൊള്ളുമ്പോൾ ഈ പൂവൊന്ന് ചുരുണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉച്ചവരയ്ക്കുള്ള വെയിലത്തേക്ക് വെച്ച് കൊടുക്കുക. നന്നായിട്ട് രാവിലെ നനച്ച് കൊടുക്കാറുണ്ട്. രാവിലെ മാത്രം നനച്ച് കൊടുത്താൽ മതി. വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു നൈസായി തണ്ടായത് കാരണം കൊണ്ട് കനമുണ്ട്, എന്നാലും ഇതിന് അത്ര പെട്ടെന്ന് ഒരുപാട് വെള്ളം ആവശ്യമില്ല. പെട്ടെന്ന് ഇങ്ങനെ അടി ചീഞ്ഞു പോവുള്ളൂ. പിന്നെ നട്ട് കൊടുക്കുമ്പോൾ സാഫ് ഒഴിച്ചു കൊടുക്കണം എന്തായാലും. ഈ ഹൈബ്രിഡിന് അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ പൂപ്പൽ പോലെ വന്നിട്ട് വേഗം ചീഞ്ഞു പോവും. ഒരു അര സ്പൂണൊക്കെ സാഫ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഓരോ പോട്ടിലും. അപ്പോൾ നന്നായി പിടിച്ച് കിട്ടും. ഇതിലങ്ങനെ ഒന്നിനങ്ങനെ ഉണ്ടായിരുന്നു, ഒരു വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ചീഞ്ഞ് പോണ പോലെ. അപ്പോൾ വേഗം സാഫ് അവിടെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. കുറച്ച് സാഫ് എടുത്ത് തണ്ടിലിങ്ങനെ തേച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നന്നായിട്ട് തന്നെ പിന്നെ അത് പിടിച്ച് കിട്ടി, ഒന്നും ചീഞ്ഞ് പോയില്ല. ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റും. ഇത് നാടനാണ്. ഇത് നാടൻ സാധാരണ വയലറ്റ് പോലത്തെ ഒരു കളറിൽ നിന്ന് വിത്ത് വീണിട്ടുണ്ടായതാണ്. ഇതൊരു മജന്ത കളറിനോട് അടുത്തൊരു കളറാണിത്. വിത്ത് വീണപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ഈ കളറ്. ഇത് നാടനിലൊക്കെ വിത്ത് വീഴുമ്പോൾ ചിലപ്പോൾ വേറെ കളറൊക്കെ കിട്ടാറുണ്ട്. നന്നായി ഫ്ലവർ വരുന്നുണ്ട്. ഒരു ഒറ്റ ചെടിയിലാണ് ഇത്രയും ഒരുപാട് ഫ്ലവർ കിട്ടുക. അതിൽ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടി കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ശാഖകളും ഒരുപാട് ഇങ്ങനെ ബ്രാഞ്ചസൊക്കെ വന്നിട്ട് അതിലൊക്കെ നിറയെ ഫ്ലവർ കിട്ടും. ഇത് അതുപോലെ വിത്ത് വീണിട്ടുണ്ടായതാണ്. വിത്ത് വീഴുമ്പോൾ നമുക്ക് വേറെ കളറൊക്കെ കിട്ടാറുണ്ട്. സാധാരണ വൈറ്റാണ്. ഇതൊക്കെ ഒരു നാടനിൽ പെട്ടതാണ്. ഇതും അതുപോലെ തന്നെ വിത്ത് വീണിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ചില്ല വന്നിരിക്കുന്നത് വെട്ടിക്കൊടുത്ത് കരണ്ടാണ്. വെട്ടി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് പൂക്കൾ കിട്ടും. പിന്നെ നമുക്ക് മീൻ കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പം പിന്നെ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒറ്റയടിക്ക് ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, നല്ല നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ കിട്ടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.